ബിഗ് ബോസ് മലയാളത്തിലെ രണ്ട് പ്രമുഖ റിവ്യൂവേഴ്സ് തമ്മിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിഗ് ബോസ് മല്ലു ടോക്സ് രേവതി ചേച്ചിയും പിന്നെ അൻസിഫ് മൂൺലെറ്റ് മീഡിയയിലെ അൻസിഫ് ബ്രോയും തമ്മിലാണ് യുദ്ധം. ഇതെന്താണ് ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാനാണെങ്കിൽ, ഞാൻ ഇതിനെ നോക്കി കാണുന്നത് റീച്ച് ഉണ്ടാക്കി എടുക്കാനായിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ വാർ അല്ലെങ്കിൽ തമ്മിൽ ചെളി വാരി എറിഞ്ഞുള്ള വീഡിയോസ് ഇടുമ്പോൾ രണ്ടുപേർക്കും കിട്ടുന്നത് വ്യൂസും പൈസയുമാണ്. അല്ലെ പിന്നെ ഓർക്കണ്ടേ, ഷോ തുടങ്ങാൻ 5 ദിവസം മാത്രമാണ് ബാക്കി. തുടങ്ങുന്നത് വരെ ഒരു ബ്രേക്ക് എടുക്കാം, എന്നിട്ട് പയ്യെ പണി തുടങ്ങാം. അതൊന്നും അല്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി പൊത്തണം, വ്യൂസ് ഉണ്ടാക്കണം. ഈ പറഞ്ഞ രണ്ടുപേർക്കും ഇത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ബിഗ് ബോസിൽ പോലും കാണാത്ത ലെവലിലുള്ള ഊള സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് രണ്ടുപേര് രംഗത്തെത്തുന്നത്. ബിഗ് ബോസ് കണ്ണടിച്ചു മാറ്റി, മറ്റേ പറയുന്ന സ്റ്റൈൽ അടിച്ചു മാറ്റി, കൈ അനക്കി, കാലനക്കി, കണ്ണനക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പിന്നെ അൻസിഫ് ബ്രോ, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണും എന്ന് എനിക്ക് അറിയാം. നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ബ്രോയോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ആരെ വേണോ നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു, ആർക്കെതിരെ വേണേലും എന്ത് ആരോപണം വേണേലും ഉന്നയിച്ചോ. പക്ഷെ വീഡിയോകളിൽ ആകെ 1-2 തവണ മാത്രം അപ്പിയർ ചെയ്തിട്ടുള്ള, അതും ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോകളിലല്ല, ഫാമിലി വ്ളോഗ് വീഡിയോ ഇട്ട സമയത്ത് മാത്രം അപ്പിയർ ചെയ്തിട്ടുള്ള ആ ഒരു പുള്ളിക്കാരത്തിയുടെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞത് അങ്ങേയറ്റം ചീപ്പ് പരിപാടിയാണ്, ചെറ്റത്തരമാണ്. ചെറ്റത്തരത്തിൽ കുറഞ്ഞതൊന്നും അല്ല നിങ്ങൾ ആ പറഞ്ഞത്. പുള്ളിക്കാരത്തിയുമായിട്ട് എന്ത് പ്രശ്നം വേണേലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, പക്ഷെ ഫാമിലിയെ വഴിച്ചറിച്ച് വെറുതെ ഓരോന്ന് പറയുന്നത് അൺവാണ്ടഡ് ആണ് എന്ന് മാത്രമല്ല, അവർ ഏത് സാഹചര്യത്തിൽ ഇരുന്ന് വീഡിയോ ഇടുന്നു എന്നുള്ളത് അവരുടെ ഇഷ്ടമാണെന്നേ. ഓരോ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പും അതിൽ നമുക്കൊരു സേ ഉണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അല്ലെ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സെൻസ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഈ ഒരു കാര്യത്തിൽ രേവതി ചേച്ചിയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം. കാരണം അവരൊരു വീഡിയോയിൽ വന്നിരുന്ന ആരുടെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി കാണത്തുമില്ല. അത് പുള്ളിക്കാരത്തിന്റെ മര്യാദയാണ്. ഇവിടെ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് മര്യാദകേട് കാണിച്ചത് അൻസിഫ് തന്നെയാണ്. ഇതാണ് നമ്മുടെ അഭിപ്രായം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.